1.5 വർഷം യുദ്ധം ചെയ്തതിന് ശേഷവും സ്വന്തം ബന്ദികളെ കണ്ടെടുക്കാൻ കഴിയാതെ കോംപ്രമൈസ് ചെയ്യുകയും അവരോട് ചോദിച്ച് വാങ്ങിക്കേണ്ടി വരികയാണ്. എന്ന് വെച്ചാൽ എന്താണ്, അത്രയും വലിയ പ്രതിരോധം അവിടെ ഉണ്ട്. അത് പ്രതിരോധം കേവലമായ ഒരു സൈനിക ഗ്രൂപ്പിൻ്റെതല്ല, ആ നാടിൻ്റെ പ്രതിരോധമാണ്. ആ നാട്ടിലെ മനുഷ്യർ പോയി യൂണിഫോം ഇടുന്നതാണ് ഹമാസ്. അത്രേ ഉള്ളൂ. അല്ല, ഹമാസ് വേറെ ഒരു സംവിധാനമല്ല. അപ്പോൾ അതുകൊണ്ട് ഹമാസ് എന്താണ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, അതിനെ മൊത്തം അവിടുത്തെ ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണത്. അതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് എളുപ്പത്തിൽ 22 ലക്ഷം വരെ മാറ്റിക്കളയാം. നാളെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു, മറ്റന്നാൾ ഗേറ്റ് തുറന്ന് രാജ്യങ്ങളിലേക്ക് നിൽക്കുക. എങ്ങനെ പോസിബിൾ ആവും? ഒന്ന് ഇവിടുന്ന് സമ്മതിക്കില്ല, 2 അവിടുന്ന് സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരു ഭ്രാന്തനാശയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപിന് ശരിയാണ്, വലിയ സ്വപ്നങ്ങളുണ്ട്, ഇവരെ മുഴുവൻ അവിടുന്ന് മാറ്റുക, എന്നിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളുടേതായ മേഖല ഉണ്ടാക്കുക. എന്തൊരു പ്രഖ്യാപനമാണത്! ഏതെങ്കിലും തരത്തിലുള്ള നൈതിക മൂല്യമുണ്ട്? ഒരു പ്രശ്നം, ഒരു ജനതയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഒരു തീർപ്പ് പറയുന്ന ഒറ്റയ്ക്ക് വൈറ്റ് ഹൗസിൽ ഇരുന്നിട്ടാണ്, അവരെ കേൾക്കാതെ, അവരുടെ അഭിപ്രായം എന്താണെന്ന് പരിഗണിക്കാതെ, അവർക്ക് ഒരു നിലയ്ക്കുള്ള പരിഹാരമില്ല. നിങ്ങൾ മൃഗത്തുല്യരായ മനുഷ്യർ, നിങ്ങൾ എവിടെ ജീവിക്കണം, നിങ്ങൾ എങ്ങോട്ട് പോകണം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ, നിങ്ങളുടെ സ്വർഗ്ഗമാക്കണോ നരകമാക്കണോ, നിങ്ങൾ ചാവണോ, അത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അതിലെ നീതി എന്താണ്? അപ്പോൾ അവരോട് ഡിസ്കസ് ചെയ്യാതെ, അവർക്ക് കൺവിൻസിങ് അല്ലാതെ, അവർക്ക് അവരുടെ കാര്യത്തിൽ തീർപ്പുണ്ടാക്കുന്നതിലും വേറെ അബദ്ധം വരെ ഉണ്ടോ? അത് രക്തച്ചൊരിച്ചിലേ ഉണ്ടാക്കൂ, സമാധാനം ഉണ്ടാക്കില്ല.